Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ EST 110 എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 7th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് ആണ് മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ 7th പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ്, മിഡ് പോയിൻറ്റ് പ്രോബ്ലം. അതായത് നമ്മുടെ ഒരു ലൈനിൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുള്ളത്. ആ മിഡ് പോയിൻറ്റിൻ്റെ ഡീറ്റെയിൽ വെച്ചിട്ട് ആ ലൈനിൻ്റെ ആക്ച്വലി ഇപ്പോൾ AB എന്ന് പറയുന്ന ഒരു ലൈനാണെങ്കിൽ ആ AB ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ Aയും Bയും ഒക്കെ ടെമ്പററി ആയിട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ദ മിഡ് പോയിൻ്റ് ഓഫ് എ ലൈൻ PQ ഈസ് 70 mm ലോങ്, is 25 mm above HP and 40 mm in front of VP, is inclined 35 degree to HP and 45 degree to VP. Draw its projections. Okay, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കുന്ന ഡീറ്റെയിലിൽ ഒറിജിനൽ ലെങ്ത് ക്യാപിറ്റൽ PQ 70 mm എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, ഇനി സാധാരണ നമ്മൾ ഒറിജിനൽ ലെങ്ത്തിനെ P'Q1' is equal to PQ2 is equal to 70 എന്നായിരിക്കും എഴുതുന്നത്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. കാരണം സാധാരണത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ലൈനിൻ്റെ ഒരു എൻഡ് P എന്ന് പറയുന്ന എൻഡിൻ്റെ എബോ HP ബിലോ VP എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ഫുള്ള് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ Pനെ ഫിക്സ് ചെയ്ത് വെച്ച് Q1' Q2' എന്ന് പറയുന്ന ടെമ്പററി പോയിൻ്റ് എടുത്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് Q''ഉം Q'വും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. കാരണം ഇവിടെ Pയും Qവും അൺനോൺ ആണ്. കാരണം Pൻ്റെ പൊസിഷനും Qവിൻ്റെ പൊസിഷനോ അതിൻ്റെ ലോക്കസ് പോയിൻ്റോ ഒന്നും തന്നിട്ടില്ല. നമുക്ക് ആകെ തന്നേക്കുന്നത് ആ ലൈനിൻ്റെ മിഡ് പോയിൻ്റാണ്. അപ്പോൾ മിഡ് പോയിൻറ്റിനെ ക്യാപിറ്റൽ M എന്ന് വിളിച്ചാൽ മിഡ് പോയിൻറ്റിനെ ഈ ഒരു ലൈനിൻ്റെ മിഡ് പോയിൻ്റ്, അതായത് PQ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒറിജിനൽ ലൈൻ, അതിൻ്റെ മിഡ് പോയിൻറ്റിനെ ക്യാപിറ്റൽ M എന്ന് ഞാൻ വിളിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എമ്മിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 25 mm above HP, 40 mm in front of VP. അതായത് M' is equal to 25 mm above HP, M is equal to 40 mm below VP അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇതാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റേതായ ചേഞ്ചുകൾ നമ്മുടെ ഈ ഒരു ഫിഗറിൽ വരും, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഗിവൺ ഡാറ്റ നമുക്ക് ഈ രീതിയിൽ എഴുതണ്ട, സാധാരണ നമ്മൾ എഴുതുന്ന പോലെ എഴുതണ്ട. അപ്പോൾ ആക്ച്വലായിട്ട് ക്യാപിറ്റൽ PQ is equal to 70 mm എന്ന് എഴുതാം. പിന്നെ നമുക്ക് തന്നേക്കുന്നത് മിഡ് പോയിൻറ്റ് 25 mm above HP. അപ്പോൾ M' is equal to 25 mm above. ഇനി അതേപോലെ മിഡ് പോയിൻറ്റ് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്മോൾ m is equal to 40 mm ബിലോ. പിന്നെ തന്നേക്കുന്നത് ദ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് 35 degree to HP. അപ്പോൾ θ is equal to 35 degree ആൻഡ് ലൈൻ ഈസ് ഇൻക്ലൈൻഡ് 45 degree to VP. അപ്പോൾ φ is equal to 45 degree. ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ M'-ഉം M-നെയും പ്ലോട്ട് ചെയ്യാം. M'-ഉം M-നെയും പ്ലോട്ട് ചെയ്യാം. അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ ആദ്യം ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കുക, അതിനെ XY എന്നുള്ള രീതിയിൽ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മിഡ് പോയിൻ്റ് ഓഫ് എ ലൈനാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. മിഡ് പോയിൻറ്റ്, അപ്പോൾ അത് പോയിട്ട് നമ്മൾ ഒരു എൻഡിൽ കൊണ്ടേ പ്ലോട്ട് ചെയ്യരുത്. അതിന് കാരണം മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ഈ ലൈനിനെ കുറച്ച് പോർഷൻ ഇങ്ങോട്ടും വരാനുണ്ട്, കുറച്ച് പോർഷൻ റൈറ്റിലേക്കും വരാനുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും മിഡ് പോയിൻ്റ് പ്രോബ്ലം ആണെങ്കിൽ മിഡ് പോയിൻറ്റിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ആ റെഫറൻസ് ലൈനിൻ്റെ ഏകദേശം നടുക്കായിട്ട് കറക്റ്റ് അളവൊന്നും എടുക്കേണ്ട, ഏകദേശം നടുക്കായിട്ട് പ്ലോട്ട് ചെയ്യുക. കാരണം ഇതിനെ നമുക്ക് ബാക്കിലേക്ക് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താലേ നമുക്ക് P' ഒക്കെ കിട്ടുള്ളൂ, അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് P കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം റെഫറൻസ് ലൈൻ XY വരച്ചു, എന്നിട്ട് ഏകദേശം സെൻട്രലായിട്ട് ഞാനൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇനി നമുക്ക് M'-ഉം M-നെയും പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ M' നമുക്ക് തന്നേക്കുന്നത് 20 mm എബോവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റെഫറൻസ് ലൈനിൽ നിന്ന് 20 mm എബോവ് മാറിയിട്ട് ഒരു പോയിൻറ്റിനെ മാർക്ക് ചെയ്യുക, ആ പോയിൻറ്റിനെ M' എന്ന് കൊടുക്കുക, അല്ലേ? 20 അല്ല 25 mm. അപ്പോൾ M' 25ഉം M 40ഉമാണ്. അപ്പോൾ നമ്മൾ ഈ വരച്ചേക്കുന്ന വെർട്ടിക്കൽ ലൈനിൽ 25 mm മാറിയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക, താഴത്തേക്ക് 40 mm മാറിയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ കിട്ടുന്ന പോയിൻ്റ് M' ആയിരിക്കും, ഈ കിട്ടുന്ന പോയിൻ്റ് M ആയിരിക്കും. M'-ലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ അതിനെ ലോക്കസ് ഓഫ് M' എന്ന് എഴുതാം. M-ലൂടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ അതിനെ ലോക്കസ് ഓഫ് M എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഡീറ്റെയിലിൻ്റെ ആദ്യത്തെ 2 ഡീറ്റെയിൽ നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ സാധാരണ നമ്മൾ വരക്കുന്ന രീതിയിൽ ഞാനൊരു റഫ് സ്കെച്ച് ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റഫ് സ്കെച്ച് പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന് ഉപയോഗപ്പെടില്ല. എങ്കിലും ഇതൊരു XY ലൈൻ, ഇതാണ് P, P', ഇത് P, ഇത് PQ ഫൈനൽ ഫ്രണ്ട് വ്യൂ, ഇത് PQ1'. ഇനീഷ്യലി നമ്മൾ ഒറിജിനൽ ലെങ്ത് വെച്ച് വരക്കുന്ന ലൈൻ, ഇത് PQ2, ഇത് PQ. ഓരോന്നിൻ്റെ ലോക്കസ് ലൈനും നമ്മളിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം
ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ആക്ച്വൽ ലെങ്ത്തിൻ്റെ മിഡ് പോയിൻ്റാണ് തന്നേക്കുന്നത്. ആക്ച്വൽ ലെങ്ത്തിൻ്റെ മിഡ് പോയിൻറ്റ്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഇങ്ങനെ ഒരു ലൈനാണ് നമുക്ക് വരക്കേണ്ടത്. ഇങ്ങനെ ഒരു ലൈനാണ് നമുക്ക് വരക്കേണ്ടത്. നമ്മളോട് പറഞ്ഞേക്കുന്നത് തീറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടിയാൽ ഈ തീറ്റ നമുക്ക് വരക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് തന്നേക്കുന്നത് എം ആണ്, അല്ലെങ്കിൽ എം ഡാഷ് ആണ്. അപ്പോൾ ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ലോജിക്കാണ് എടുക്കുന്നത്. ആക്ച്വൽ ലൈൻ നമുക്ക് ഇതാണ് വേണ്ടത്, പക്ഷേ നമുക്ക് എം ഡാഷ് എന്ന് പറയുന്ന മിഡ് പോയിൻ്റ് ആണ് ഇപ്പോൾ അറിയാവുന്നത്. അപ്പോൾ മിഡ് പോയിൻറ്റിലൂടെ നമ്മൾ വരച്ചേക്കുന്ന ഒരു ലൈൻ ലോക്കസ് ഓഫ് എം ഡാഷ് നമുക്കറിയാം. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും, അതേപോലെ ഈ ആംഗിളും തീറ്റ തന്നെ ആയിരിക്കും. അപ്പോൾ തീറ്റ ഡിഗ്രിയിൽ ഇൻക്ലൈനായിട്ട് ഒരു ലൈൻ നമുക്ക് വരക്കാൻ പറ്റും. ആ ഒരു മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതാ എം ഡാഷ് എന്ന് പറയുന്ന പോയിൻറ്റ്, അതിലൂടെ വരച്ചേക്കുന്ന ലോക്കസ് ഓഫ് എം ഡാഷ് എന്ന് പറയുന്ന ലൈൻ. ഇനി തീറ്റ = 35 ഡിഗ്രി മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക, 35 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചേക്കുക. അതിൻ്റെ ലെങ്ത് ഒന്നും നമുക്കറിയത്തില്ല, ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ച് വെച്ചേക്കുക. സിമിലർലി നമുക്കറിയാവുന്നൊരു കാര്യം φ = 45 ഡിഗ്രിയാണ്. അപ്പോൾ φ = 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈനാണ് വരക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി ഇതാണ് φ, പക്ഷേ നമുക്ക് തന്നേക്കുന്ന മിഡ് പോയിൻ്റ് ആണ്. പക്ഷേ മിഡ് പോയിൻറ്റും എന്ത് തന്നെയായിരിക്കും, φ ആംഗിൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് മിഡ് പോയിൻറ്റിനെ എം എന്ന് എടുത്തു, അതിലൂടെ ഒരു ലോക്കസ് ലൈൻ വരച്ചു. ഇനി എന്താണ്, ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക, 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ആംഗിൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 45 ഡിഗ്രി കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ എം ഡാഷ് എന്ന് പറയുന്ന പോയിൻ്റ് അവിടെ നിന്ന് നമ്മൾ 35 ഡിഗ്രി ആംഗിൾ എടുത്തു. ഇതാണ് തീറ്റ, അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരച്ച് വെച്ചു. ഇതേപോലെ തന്നെ നമ്മൾ എം എന്ന് പറയുന്ന പോയിൻ്റ്, അതിൻ്റെ ലോക്കസ് ലൈൻ പറയാം. ഈ ആംഗിൾ φ ആണ്, φ = 45 ഡിഗ്രി, 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനും വരച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ ആക്ച്വൽ ലൈനാണ് ഈ വരച്ചേക്കുന്നത്. അതായത് PQ = 70 mm എന്ന് പറയുന്ന ലൈനാണ് ഈ വരച്ചേക്കുന്നത്. ഇനി PQ = 70 mm ആണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ വരക്കാൻ പോവുകയാണ്. ഇത് Pയും ഇത് Q ആണെന്നിരിക്കട്ടെ. ഇതതിൻ്റെ മിഡ് പോയിൻ്റ് M. അപ്പോൾ PQ 70 mm ആണെങ്കിൽ P മുതൽ M മിഡ് പോയിൻ്റ് വരെയുള്ള ലെങ്ത് എത്രയായിരിക്കും, 35 ആയിരിക്കും. അതേപോലെ M മുതൽ Q വരെയുള്ള ബാക്കി ലെങ്ത് എത്രയായിരിക്കും, അതും 35 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ടോട്ടൽ ലൈൻ്റെ ലെങ്ത് 70 mm ആണ്. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിൻറ്റിൽ നിന്ന് ആ ലൈൻ്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും, അതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് 35 mm കോമ്പസിലെടുക്കുക, 35 mm കോമ്പസിലെടുക്കുക. എന്നിട്ട് മിഡ് പോയിൻറ്റിൽ നിന്ന് ഈ എൻഡിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഈ എൻഡിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കറക്റ്റ് 70 mm ലെങ്ത്തിലുള്ള ഒറിജിനൽ ലൈൻ കിട്ടും. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒറിജിനൽ ലെങ്ത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. PQ = 70 mm. നമുക്കറിയാം മിഡ് പോയിൻ്റ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ മിഡ് പോയിൻറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 70 ആണെങ്കിൽ മിഡ് പോയിൻറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അതിൻ്റെ ഹാഫ് ആയിരിക്കും, 35. അപ്പോൾ കോമ്പസിൽ 35 എടുക്കുക. ഈ എം ഡാഷ് എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്ന് ഈ ലൈൻ്റെ ഇവിടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യണം, ബാക്കിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പോയിൻ്റ് കിട്ടി. ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള ലൈൻ ഒറിജിനൽ ലെങ്ത്തിലുള്ള ലൈനാണ്, അത് ഡാർക്ക് ലൈൻ വെച്ച് വരക്കുക. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, സിമിലർലി നമുക്ക് ഇവിടെയും ചെയ്യാം. സിമിലർലി നമുക്ക് താഴെയും ചെയ്യാം. അപ്പോൾ താഴെ ചെയ്യുമ്പോഴും എന്ത് തന്നെയാണ്, ഒറിജിനൽ ലെങ്ത്ത് 70 ആണ്, പക്ഷേ നമുക്ക് മിഡ് പോയിൻ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ മിഡ് പോയിൻ്റ് എന്ത് ചെയ്യുക, 35 mm കോമ്പസിലെടുക്കുക. കോമ്പസിലെടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമുക്കറിയാം ഒറിജിനൽ ലെങ്ത്ത് വെച്ച് നമ്മൾ പോയിൻ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻ്റ് നമ്മൾ Q1' എന്നാണ് വിളിക്കുന്നത്. സിമിലർലി അതിൻ്റെ ലെഫ്റ്റ് എൻഡിൽ കിട്ടുന്ന പോയിൻറ്റിനെ P1' എന്ന് വിളിക്കണം. എന്തുകൊണ്ടാണ് ഇവിടെ P' എന്ന് കൊടുക്കാമെന്ന് ചോദിച്ചാൽ, ഇവിടെ P' ഡിഫൈൻഡ് അല്ല. P' ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് അത് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ മിഡ് പോയിൻ്റ് തന്നേക്കുന്നത് കൊണ്ട് മിഡ് പോയിൻ്റ് ആണ് ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് വരുന്നത്. അതായത് M' ഉം M ഉം മാത്രമാണ് ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് വരുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡിനെ Q1' എന്ന് വിളിക്കുക, അടുത്ത എൻഡിനെ P1' എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ കിട്ടിയേക്കുന്ന പോയിൻറ്റും ഇതിനെ Q1' എന്നും ഇതിനെ P1' എന്നും വിളിച്ചു. ഇത് ഫ്രണ്ട് വ്യൂവിലാണ്. ഇതേപോലെ ടോപ്പ് വ്യൂവിൽ കിട്ടും അല്ലേ. നമ്മളിവിടെ നിന്ന് 35 എടുത്ത് കട്ട് ചെയ്തു, ഇവിടെ നിന്ന് 35 എടുത്ത് കട്ട് ചെയ്തപ്പോൾ ഇവിടെ കിട്ടുന്ന പോയിൻറ്റ് Q2 എന്നാണ് സാധാരണ എഴുതുന്നത്. അതുപോലെ ഓപ്പോസിറ്റ് കിട്ടുന്ന പോയിൻറ്റ് P2 എന്ന് എഴുതുക. ഓക്കെ, ഇനി ലോക്കസ് ലൈനുകൾ കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാം. ഇപ്പോൾ ഈ Q1' കിട്ടിയേക്കുന്ന പോയിൻറ്റിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ അത് ലോക്കസ് ഓഫ് Q' ആയിരിക്കും.
P1 ഡാഷ് കിട്ടിയേക്കുന്ന പോയിന്റിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലോക്കസ് ലൈൻ വരച്ചാൽ അത് ലോക്കസ് ഓഫ് P ഡാഷ് ആയിരിക്കും. ഇനി താഴത്തേക്ക് വന്നാൽ P2 കിട്ടിയേക്കുന്ന പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഇത് ലോക്കസ് ഓഫ് P ആയിരിക്കും. ഇനി Q2 കിട്ടിയേക്കുന്ന പോയിന്റിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലോക്കസ് വരച്ചാൽ അത് ലോക്കസ് ഓഫ് Q ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സോഫാർ വരച്ച് കഴിഞ്ഞത്. ഓക്കെ, ഇനി സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് വരക്കാം. സാധാരണ നമ്മൾ എന്താണ് Q1 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യും. സാധാരണ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ലോക്കസ് ഓഫ് Pയിലേക്കാണ്, എന്നിട്ടാണ് ആർക്ക് കിട്ടിയത്. ഓക്കെ, അതിന് കാരണം Pയും P ഡാഷും നമുക്ക് ഫിക്സ്ഡ് ആണ്, അറിയാം, ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് അതിലേക്ക് ആർക്ക് കട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉള്ളത് എം ഡാഷും എമ്മും ആണ്. അപ്പോൾ അതിലേക്ക് വരുന്ന ലോക്കസ് ഓഫ് എം ഡാഷും ലോക്കസ് ഓഫ് എമ്മും ആണ്. ഇത് രണ്ടുമാണ് ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഡിഫൈൻഡ് ആയിട്ടുള്ള പോയിന്റിലെ ലോക്കസ് ലൈനിലേക്ക് മാത്രമേ നമ്മൾ പ്രൊജക്ടർ വരച്ച് കർവ് പ്ലോട്ട് ചെയ്യാവൂ. ഓക്കെ, അതായത് Q1 ഡാഷിൽ നിന്ന് നേരെ താഴത്തേക്ക് ഒരു പ്രൊജക്ടർ ലൈൻ വരയ്ക്കുക. അത് ലോക്കസ് ഓഫ് എമ്മിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിനെ ഇത് Q1 ഡാഷ് ആണെങ്കിൽ ഇത് Q1 ആയിരിക്കും. ഇനി എന്ത് ചെയ്യുക? ഇതിങ്ങനെ കിട്ടി, ഇത് Q1 ആണ്. ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക, താഴത്തേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന പോയിൻ്റ് ആയിരിക്കും നമ്മുടെ ഫൈനൽ ഫ്രണ്ട് വ്യൂവിലെ Q ആയിട്ട് വരുന്നത്. ഓക്കെ, ഞാൻ അടുത്തൊരു ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ രീതിയിൽ Q1 ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് താഴത്തേക്കൊരു പ്രൊജക്ടർ വരയ്ക്കുക. അത് ലോക്കസ് ഓഫ് എമ്മിൽ മീറ്റ് ചെയ്യണം. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിലെ ചേഞ്ച് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. ലോക്കസ് ഓഫ് എമ്മിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിനെ Q1 എന്ന് മാർക്ക് ചെയ്യുക. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തിട്ട് താഴത്തേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അത് ലോക്കസ് ഓഫ് Qവിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ സ്മോൾ ലെറ്റർ Q എന്ന് എഴുതുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ എമ്മും Qവും തമ്മിൽ ജോയിൻ ചെയ്യുക. എമ്മും Qവും തമ്മിൽ ജോയിൻ ചെയ്യുക. അതേ ലൈൻ തന്നെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കറിയാം PQ എന്ന് പറയുന്ന ലൈനിൻ്റെ നടുക്കത്തെ പോയിൻ്റാണ് M അല്ലേ? അപ്പോൾ MQ ഡിസ്റ്റൻസ് നമുക്കിവിടെ കിട്ടി. MQ ഡിസ്റ്റൻസ് ഇവിടെ കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ സെയിം ലൈൻ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ എവിടെ മീറ്റ് ചെയ്യും? ലോക്കസ് ഓഫ് P എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റ് ആയിരിക്കും P. വളരെ സിമ്പിളാണ്. അപ്പോൾ Q കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈനും എമ്മും കൂടിയായിട്ട് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ആ ലൈൻ ലോക്കസ് ഓഫ് Pയിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിനെ സ്മോൾ ലെറ്റർ P എന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. ഇനി P കണ്ടുപിടിക്കാനായിട്ട് വേറൊരു മെത്തേഡും ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ Q കണ്ടുപിടിച്ച അതേ രീതി നമ്മൾ Q എങ്ങനെ കണ്ടുപിടിച്ചു? Q1 ഡാഷിൽ നിന്ന് ലോക്കസ് ഓഫ് എമ്മിലേക്ക് ഒരു ലൈൻ വരച്ചു. അതായിരിക്കും Q1. പിന്നെ ആർക്ക് കട്ട് ചെയ്തു. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? P1 ഡാഷിൽ നിന്ന് എങ്ങോട്ടേക്ക് വരക്കണം? ലോക്കസ് ഓഫ് എമ്മിലേക്ക് ഒരു ലൈൻ കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന പോയിന്റ് P1 ആയിരിക്കും. ഇനി എന്ത് ചെയ്യുക? എം മുതൽ P1 വരെയുള്ള ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തിട്ട് എങ്ങോട്ട് കട്ട് ചെയ്യണം? ഈ ലോക്കസ് ഓഫ് P എന്ന് പറയുന്ന ലൈനിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അവിടെ കിട്ടുന്ന പോയിന്റ് ആയിരിക്കും P. അതായത് Q കണ്ടുപിടിച്ച അതേ മെത്തേഡിൽ നമുക്ക് Pയും കണ്ടുപിടിക്കാം. അത് ഇവിടെ ചെയ്യണമെന്നില്ല. അതിന് പകരം എന്ത് ചെയ്താൽ മതി? Q കിട്ടിക്കഴിഞ്ഞാൽ MQ എന്ന് പറയുന്ന ലൈൻ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് ലോക്കസ് ഓഫ് Pയിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് P തന്നെ ആയിരിക്കും. P മെത്തേഡിലും ചെയ്യാം. ഞാൻ ആ ഒരു കറക്റ്റ് മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? PQ എന്ന് പറയുന്ന ലൈൻ കിട്ടി. ഈ P സ്മോൾ ലെറ്റർ PQ ആണ് ഫൈനൽ ടോപ്പ് വ്യൂ ആയിട്ട് പറയുന്നത്. ഇനി ഈ ഒരു ഹൊറിസോണ്ടലും ഇതുമായിട്ടുള്ള ആംഗിളിനെയാണ് നമ്മൾ നേരത്തെ ബീറ്റ എന്ന് എഴുതിക്കൊണ്ടിരുന്നത്. അത് തന്നെയായിരിക്കും ഇവിടെയും ബീറ്റ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? Q ഡാഷ് കണ്ടുപിടിക്കാം. Q ഡാഷ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? Q2 എന്ന് പറയുന്ന ലൈനിൻ്റെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഇതെവിടെ മീറ്റ് ചെയ്യും? ലോക്കസ് ഓഫ് M ഡാഷിലാണ് മീറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, Q2 എന്ന് പറയുന്ന പോയിന്റിലെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അത് ലോക്കസ് ഓഫ് എമ്മിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിനെ Q2 ഡാഷ് എന്ന് വിളിക്കുക. ഇനി എന്ത് ചെയ്യണം? M ഡാഷ് മുതൽ Q2 ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. ഒരു ആർക്ക് കട്ട് ചെയ്യുക. ആർക്ക് ലോക്കസ് ഓഫ് Q ഡാഷിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും Q ഡാഷ്. ഓക്കെ, അത് അടുത്തൊരു ഫിഗറിൽ കാണിക്കാം. ഈ രീതിയിൽ Q2 എന്ന് പറയുന്ന പോയിന്റിനെ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് ലോക്കസ് ഓഫ് M ഡാഷിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ Q2 ഡാഷ് എന്ന് വിളിക്കാം. ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. ബാക്കിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അത് ലോക്കസ് ഓഫ് Q ഡാഷിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താണോ അതായിരിക്കും Q ഡാഷ്. ഓക്കെ, Q ഡാഷ്. ഇനി എന്ത് ചെയ്യുക? ഈ M ഡാഷും Q ഡാഷ് ലൈനും സ്ട്രൈറ്റ് ആയിട്ട് യോജിപ്പിക്കുക. അതേ ലൈൻ തന്നെ ബാക്കിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ആ ലൈൻ എവിടെ മീറ്റ് ചെയ്യും? ലോക്കസ് ഓഫ് P ഡാഷിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിനെ P ഡാഷ് എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് P ഡാഷ് Q ഡാഷ് എന്ന് പറയുന്ന ഫൈനൽ ഫ്രണ്ട് വ്യൂ ലൈൻ കിട്ടും.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പി ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് വേറൊരു മെത്തേഡും ഉണ്ട്. എന്ത് ചെയ്താൽ മതി, ഈ P2 എന്ന് പറയുന്ന ലൈനിനെ എങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യണം, ലോക്കസ് ഓഫ് എം ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും, അതായിരിക്കും P2 ഡാഷ്. ഇനി ചെയ്യേണ്ടത് എം ഡാഷ് മുതൽ P2 ഡാഷ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, താഴത്തേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അത് ലോക്കസ് ഓഫ് പി ഡാഷിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പി ഡാഷ് ആയിട്ട് എടുക്കുന്നത്. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്ര ആയാലും നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആവും. ഇനി എന്ത് ചെയ്യണം, ഫൈനൽ ഡയമെൻഷനിങ് ആണ്. ഫൈനൽ ഡയമെൻഷനിങ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്യുക നമ്മൾ വരച്ചത് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത്. ഫൈനലി നമുക്ക് പി ഡാഷ് ക്യൂ ഡാഷ് ഡാർക്കൺ ചെയ്യണം, P1 ഡാഷ് Q1 ഡാഷ് ഡാർക്കൺ ചെയ്യണം, PQ ഡാർക്കൺ ചെയ്യണം, P2 Q2 ഡാർക്കൺ ചെയ്യണം. ഇനി ഗിവൺ ഡാറ്റയായിട്ട് ഇവിടെ ഒരു 35 ഡിഗ്രി ഇവിടെ ഒരു 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് തന്നേക്കുന്നത് ആക്ച്വൽ ലെങ്ത് ആണ്. ആക്ച്വൽ ലെങ്ത് എന്ന് പറയുമ്പോൾ P1 ഡാഷ് Q1 ഡാഷ് എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് 70 മാർക്ക് ചെയ്യണം. പിന്നെ തന്നേക്കുന്നത് റെഫറൻസ് ലൈൻ മുതൽ എം ഡാഷ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ്, അത് 25 ആണ്. അതുപോലെ റെഫറൻസ് ലൈൻ മുതൽ എം വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് അത് 40 mm ആണ്. അതും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്യുക. അതിന് ശേഷം റിസൾട്ടായിട്ട് എഴുതുക. റിസൾട്ടായിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് ടോപ്പ് വ്യൂ ലെങ്ത് കണ്ടുപിടിക്കുക. ടോപ്പ് വ്യൂ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഫൈനൽ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ PQ ആണ്. ഇത് നമ്മൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുക. അപ്പോൾ PQ = 58 mm എന്ന് കിട്ടും. ഇനി അടുത്ത ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ P ഡാഷ് Q ഡാഷ് ആണ്. ഇത് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുക. മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ P ഡാഷ് Q ഡാഷ് = 46 mm എന്ന് കിട്ടും. ഇനി അടുത്ത് ആൽഫ എന്ന് പറഞ്ഞാൽ ഈ ലോക്കസ് ഓഫ് എം ഡാഷും ഈ PQ എന്ന് പറയുന്ന ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളാണ് ആൽഫ. അപ്പോൾ ഇവിടെ ആൽഫ എന്ന് ജസ്റ്റ് എഴുതുക. എന്നിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് ആംഗിൾ മെഷർ ചെയ്ത് നോക്കുക. മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 56 ഡിഗ്രി എന്ന് കിട്ടും. അതേപോലെ ബീറ്റ മെഷർ ചെയ്യുക. ബീറ്റ എന്ന് പറയുമ്പോൾ ഏതാണ്, ലോക്കസ് ഓഫ് എമ്മും PQ എന്ന് പറയുന്ന ഈ ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിളാണ് ബീറ്റ. പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യുമ്പോൾ നമുക്കത് 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് മിഡ് പോയിൻ്റ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മിഡ് പോയിൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് പ്രോബ്ലം. അപ്പോൾ ഇത് മനസ്സിലുണ്ടെങ്കിൽ ഇതിനെ റെഫർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് മിഡ് പോയിൻറ്റിൻ്റെ ഏത് ടൈപ്പ് പ്രോബ്ലം ചോദിച്ചാലും സിമ്പിളായിട്ട് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിലുള്ളത്. മിഡ് പോയിൻറ്റിൻ്റെ പ്രോബ്ലം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒരു 2 തവണ കണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി നല്ല നീറ്റായിട്ട് പടം വരച്ച് എടുക്കുക. ഓക്കെ, താങ്ക് യു.